കുഴപ്പമൊന്നുമില്ല ടീച്ചർ. അവന്മാര് വീട്ടിൽ വന്ന പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഇവിടെ പിള്ളേർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സോറി. ചന്തു, എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ചന്തു തിരിച്ച് വീട്ടിലേക്ക് പോകണം പ്ലീസ്. എൻ്റെ അമ്മയില്ലേ, അപ്പം ആ ഒരുപാട് അനുഭവിച്ചാണ് ടീച്ചറെ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പരീക്ഷ എഴുതിയിട്ടൊന്ന് പോകും. എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. അതുകൊണ്ട് ഓടിന്റെ പൊക്കത്ത് നിന്ന് ചാടി ഇറങ്ങിയ ഒരൊറ്റ അടിയായിരുന്നു. വിജയ് മാത്രം ഇങ്ങനെ അടിക്കണ ഞാൻ കണ്ടിട്ടുള്ളൂ. ആണോ? എടിയ പുഞ്ചിരി ബസ്സിലെ കണ്ടക്ടറെ നിന്റെ ചേട്ടനെ കൊണ്ട് ഒന്നടിപ്പിക്കോ? യൂണിഫോം ഇട്ട പിള്ളേരെ കണ്ട അയാൾക്ക് കലിയ. അതൊക്കെ നമുക്ക് എടുപ്പിക്കാം. നീ എന്റെ നോട്ടൊന്നും എഴുതി കംപ്ലീറ്റ് ആക്കി തരും. നോട്ടൊക്കെ എഴുതി തരാം. അല്ല, ഇനി ഇവിടെ ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും? വേണ്ട വേണ്ട, ഒരു ദിവസം ഒരു പരാതി മതി. ആണോ? ചന്തു ചേട്ടാ, നീ കൂടി ചെല്ലടി. എന്താടി അതെ, നമുക്കിന്ന് പുഞ്ചിരി ബസ്സിൽ പോവാട്ടോ. പുഞ്ചിരി ബസ്സിലോ? ആ, നമ്മുടെ കാർത്തികല്ലേ, അവളും കണ്ടക്ടറും തമ്മിൽ ചെറിയൊരു പ്രശ്നം. അയാളൊന്നും തല്ലണം. ആ, ബസ് അടയാ. പോയേ ഞാനെന്നാ കൊട്ടേഷൻ കാരണം പോയടി. അവളന്മാരെ മനുഷ്യരെ ചുക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ചന്തു, നീങ്ങ വന്നേ. വാടാ. സ്പോർട്സ് മീറ്റിന് പോണ്ടേ? സ്പോർട്സാ? ഞാനതിലൊന്നുമില്ല. എടാ തല തെറിച്ചവനെ, നിനക്കിവിടെ സ്പോർട്സ് കോട്ടയിലാണ് അഡ്മിഷൻ തന്നിരിക്കുന്നത്, അറിയാവോ? എന്നിട്ട് സ്പോർട്സ് മീറ്റ് നടക്കുമ്പോൾ നീ ഇവിടെ ചുറ്റിക്കറങ്ങി നിന്നാ മാനേജ്മെന്റിനോട് ഞാൻ എന്ത് സമാനം പറയും? തക്കാലം ഒരു കാര്യം ചെയ്യ്, നീ പോയി ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ചേർന്ന് ഗോൾഡ് മെഡലും മേടിച്ചോണ്ട് വാ. ചന്തു, ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ അടുത്ത് വന്നിരിക്കണം എന്നേക്കില്ലേ? വരുന്നില്ലേ? ചന്തു വാ, വന്ന് വണ്ടി കയറ്. നീ എങ്ങനെ അറിഞ്ഞു ഞാനിവിടെ ഉണ്ട്? പറയാം. എടി ഞങ്ങൾക്ക് പോണം. ഇതെങ്ങോട്ടാണ്? ഞാൻ അവിടെ ഇരിക്കട്ടെ. അമ്മേ ദാ കൊണ്ടുവന്നുണ്ട്. അമ്മ അങ്ങേന്നെടുത്തേടി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് എന്താ ഒന്നും പറയാനില്ലേ? മോന്റെ വീർപ്പിച്ചിരിക്കേണ്ട എന്തെങ്കിലും ഒന്ന് പറയോ? ഹലോ, ഒരു കുത്തു ഉണ്ടകണ്ണ് കാണിച്ച് പേടിപ്പിക്കണ്ട. ഞാനില്ല അമ്മയുടെ മോന്റെ വഴക്ക് മാറ്റാൻ. എന്താ ചൊറിയുമ്പോഴേ കുസ്തു പോലോ എന്തേലും കാണിക്ക. ഞാനില്ലേ. ഇവനെന്താ തെക്കോടക്ക് നടക്കണം? കാശ് വെക്കണ സ്ഥലം മാറ്റി. നീ ആ ഫോണും എടുത്തേ. കൊണ്ടാ കൊണ്ടാടാ. ആ, ചെക്കനിപ്പോ കാശിനൊക്കെ ഭയങ്കര അത്യാവശ്യം അമ്മ അല്ലേടാ? കിട്ടിയില്ലോ. ഇപ്പൊ ട്രാക്കൊക്കെ മാറിയില്ലേ? ഇപ്പൊ ലവ് ട്രാക്കാ. നോക്കി. എടാ, നിന്റെ തനി സ്വഭാവം ഈ കൊച്ചിനെ അറിയോ? അവള് കരാട്ടക്കാരിയാണ്. അപ്പൊ ഇഞ്ഞിട്ടി മേടിക്കാൻ പുറത്തു പോകണ്ട. എനിക്ക് പോണം, നാളെ ക്ലാസ് ഉള്ളതാണ്. നീ എന്ന് മുതലാടാ പഠിപ്പിച്ചേ അവന്റെ ഒരു ക്ലാസ്? വന്നേ. കൈന്നേരം കാശൊക്കെ കിട്ടിയില്ലേ? നബാ, ബസ് സ്റ്റാൻഡിൽ കൊണ്ടേക്കാം. അതെ, ഇത് വല്ല ഐസ്ക്രീം പാർലറിലേക്ക് പോകാനുള്ള പൈസയാ. പോടി, ഫീസ് അടക്കാൻ. പോവേ. അതെ, എന്റെ ഫോണിൽ ടീനയുടെ ഫോട്ടോ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എടാ, എനിക്ക് മനസ്സിലായില്ലെങ്കിൽ നിന്നെ വേറെ ആർക്കും മനസ്സിലാവണ? അതുള്ള. അയ്യോ, എന്താടാ സീനായല്ല. എന്താ കരട്ടുകാരി കലിപ്പില?
എൻ്റെ കൂടെ കയറി വന്നാണ് പ്രശ്നമായത്. ശരി, എന്താടാ പ്രശ്നം? അവളുടെ ബർത്ത്ഡേ ആണെന്ന് അത്രേ ഉള്ളോ? എനിക്കറിയില്ലായിരുന്നു. ഫോൺ നോക്കട്ടെ. ആ വോയിസ് നോട്ട്സ് ഉണ്ടല്ലോ. നീയും നിന്റെ ഒരു ബെസ്റ്റ് ആര് വേണമെന്ന് നീ തീരുമാനിച്ചോ. അവളെന്നെ ചവിട്ടി പുറത്താക്കൂടാ. അല്ല, ഞാൻ നീ അവളുടെ കൂടെ അങ്ങ് കയറിപ്പോയി. എനിക്ക് എന്തൊക്കെ പറയാണ്ടായിരുന്നു അറിയോ? സീന സീന എല്ലാം ഇവിടെ തീർന്നു. ഇനി എന്നെ വിളിക്കും വേണ്ട, മെസ്സേജും അയക്കണ്ട. ഓൺലൈൻ ഉണ്ടായിട്ടും നിനക്ക് റിപ്ലൈ തരാൻ വയ്യ. ഓക്കേ, എനിക്ക് മനസ്സിലായി. അവള് കൂടെ തന്നെ കാണൂല്ലേ? ഓൾ ദി ബെസ്റ്റ്. പൂർത്തിയായി. അത് കൊടുത്തു. ഞാൻ വിളിച്ചാലോ? അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാം. വേറെ എന്തെങ്കിലും? എടി, നമുക്ക് ശരിക്കും വിഷമമുണ്ട്. അതായിരിക്കും ഇങ്ങനെയൊക്കെ. എന്നിട്ട് നിനക്കാണല്ലോ വിഷമം. എടാ നീ ടെൻഷൻ അടിക്കണ്ട. അവക്കൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെന്താ? എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും മേടിക്കാൻ അറിയാൻ പാടില്ല. എന്നാ നീ തന്നെ ഒരു ഗിഫ്റ്റ് മേടിച്ചാ? അമ്മ എന്നാ പൈസയൊക്കെ ഉണ്ട് എൻ്റെ കയ്യില്. എടാ അതിന് ഗിഫ്റ്റ് ഒന്നും വാങ്ങണ്ട. നമ്മൾ ഇന്ന് രാത്രി 12 മണിക്ക് കരാട്ടക്കാരുടെ വീട്ടിൽ പോയിട്ട് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുന്നു. നമ്മൾ ബർത്ത്ഡേ ബ്ലാസ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളവരൊക്കെ എവിടെ? പിന്നാലെ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇമാരൊക്കെ ഇറക്കിയേക്കുന്നത്. ഇനി ഇമാരി വള്ളിക്കേസിനൊന്നും ഞാൻ ഉണ്ടാവില്ലുണ്ടോ? വക്കീല് ചെല്ലേ. വക്കീല് எனக்கு பதிலா ஜெயிலுக்கு போறதுக்கு இன்னொருத்தர் ரெடி பண்ணு. എവിടെ പട്ടിയൊന്നുമില്ലല്ലോ. ഏയ്, ഉണ്ടെങ്കിൽ കുറച്ചാലേ. എവിടെയാണ് അവളുടെ റൂം? മോളില്. ആ റൂമിലല്ലേ ബെല്ലടിച്ചേ? അവിടെ തന്നെ. ചൽ ചൽ. അരേ യാർ, ചാട്. നീ ഒന്നുകൂടെ അവളെ വിളിച്ചേ. തുമ്മി, എന്താ? ഞാനിവിടെ ഇല്ലാന്ന് പറ. ഹലോ ടീന, ഞാൻ ഇവിടെ ഇല്ല. ഇനി എന്ത് പറയണം? ഇനി എടുക്കൊന്നും പറയണ്ട. എടാ തോന്നി ടീനെ കൂടാ. എന്താ? എന്ത് വേണം? ഈ ഡോറൊന്ന് തുറക്കോ? നിങ്ങളുടെ ബാൽക്കണിയിലെ ഡോറ്.